നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നടന വിസ്മയം മോഹൻലാൽ ഷോ കിലുക്കം 25-ന് ന്യൂജേഴ്സിയിൽ വമ്പിച്ച വരവേൽപ്പ്. ജോർജ് സാറിനെ നേരിട്ട് കാണാനുള്ള ആകാംക്ഷയോടെ ട്രൈ സ്റ്റേറ്റ് നിവാസികൾക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് വിൽപ്പന തുടരും. IOC കേരള ചാപ്റ്റർ ട്രൈ സ്റ്റേറ്റ് സ്വാതന്ത്ര്യദിനാഘോഷം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥി. WMC റിഥം നൃത്തോത്സവം വെർജീനിയയിൽ അരങ്ങേറി. ഏഷ്യനെറ്റ് ന്യൂസ് മലങ്കര സഭ എക്സലൻസ് അവാർഡുകൾ 8 പേർക്ക് സമ്മാനിച്ചു. ചെണ്ടയിൽ താളം തീർത്ത പുതിയ കലാകാരന്മാർ അരങ്ങേറ്റം കുറിച്ചു. ഉമ്മൻചാണ്ടി അനുസ്മരണവും 2ാം ചരമവാർഷികവും വാട്ട്ഫോർഡിൽ സ്മരണാഞ്ജലിയായി. OCI കാർഡുകൾ ഉള്ളവരുടെ മക്കൾക്ക് പൗരത്വം നൽകാനാവില്ലെന്ന് ഇന്ത്യൻ ഗവൺമെന്റ്. വാർത്തകൾ വിശദമായി. IOC USA കേരള ചാപ്റ്റർ ട്രൈ സ്റ്റേറ്റ് ഘടകം നടത്തുന്ന 78ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ കോൺഗ്രസ് നേതാവും കാസർഗോഡ് MPയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയാകും. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് ന്യൂയോർക്കിലെ കോൺഗ്രസിൽ വെച്ചാണ് ആഘോഷങ്ങൾ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ വിവിധ സംഘടനകളുടെ നേതാക്കളും പങ്കെടുക്കും. കേരളീയ രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി സജീവമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 2019 മുതൽ കാസർഗോഡ് MP-യാണ്. KPCC സെക്രട്ടറിയായും KPCC വക്താവായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതാവായ മുൻ ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനെ 40,438 വോട്ടിന് പരാജയപ്പെടുത്തി കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്ററെ 1,01,523 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. പൊതുസംവാദങ്ങളിലും ടെലിവിഷൻ സംവാദങ്ങളിലും കുറിക്കുകൊള്ളുന്ന മറുപടിയും മൂർച്ചയുള്ള പ്രതികരണങ്ങളുമായി ശ്രദ്ധിക്കപ്പെടുന്ന നേതാവാണ് ഇദ്ദേഹം. പ്രവാസി ഇന്ത്യൻ സമൂഹം എന്ന നിലയിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന ആസാദ്, BR അംബേദ്കർ തുടങ്ങി ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വഴിയൊരുക്കിയ ധീരന്മാരായ നേതാക്കളുടെയും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ത്യാഗത്തെ ഓർമ്മിക്കാനും ആഘോഷിക്കാനുമുള്ള സമയമാണിത്. ഈ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി IOC USA ട്രൈ സ്റ്റേറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. വേൾഡ് മലയാളി കൗൺസിൽ റിഥം 2 എന്ന 2ാം വാർഷിക നൃത്തോത്സവം ആഘോഷിച്ചു. കേരളത്തിന്റെ സമ്പന്നവും ഊർജ്ജസ്വലവുമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഉത്സവമാണ് 2025 ജൂലൈ 13 വൈകുന്നേരം റിഥം എന്ന പേരിൽ വെർജീനിയയിലെ ഫെയർഫാക്സിലുള്ള SV ലോട്ടസ് ടെമ്പിൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത്. വാഷിംഗ്ടൺ DC, മേരിലാൻഡ്, വെർജീനിയ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഗ്രേറ്റർ വാഷിംഗ്ടൺ DC ഏരിയയിൽ നിന്നുള്ള പ്രേക്ഷകരെ ഈ പരിപാടി ആകർഷിച്ചു. നൃത്തോത്സവത്തിൽ കേരളത്തിന്റെ അതുല്യവും മനോഹരവുമായ നൃത്തരൂപമായ മോഹിനിയാട്ടം ശ്രദ്ധേയമായി. MC-മാരായ ശ്രേയ, രേഷ്മ എന്നിവരുടെ ഊഷ്മളമായ അവതരണത്തോടെയാണ് പ്രോഗ്രാം ആരംഭിച്ചത്. സത്യം മേനോൻ ആരംഭിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം WMC ചെയർമാൻ മോഹൻകുമാർ, പ്രസിഡന്റ് ജയകുമാർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ വളപ്പിൽ, ഡോക്ടർ രജിത രവി, എന്റർടൈൻമെന്റ് ചെയർ സരൂപ അനിൽ എന്നിവർ വിളക്ക് കൊളുത്തി. പ്രസിഡന്റ് ശ്രീ ജയകുമാർ നായർ സ്വാഗത പ്രസംഗത്തോടെ സദസ്സിനെ അഭിസംബോധന ചെയ്തു. തുടർന്ന് ചെയർമാൻ മോഹൻകുമാർ അറുമുഖം പ്രസംഗിച്ചു. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയും പണ്ഡിതയും കേരള കലാമണ്ഡലത്തിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായ കലാമണ്ഡലം ഡോക്ടർ രജിത രവിയുടെ സാന്നിധ്യം ചടങ്ങിന്റെ മാറ്റുകൂട്ടി. മോഹിനിയാട്ട മേഖലയിൽ നൽകിയ സംഭാവനകളുടെ പേരിൽ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള രജിത രവിയെ ചെയർമാൻ മോഹൻകുമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുണ്ടലിനിയെക്കുറിച്ച് ഡോക്ടർ രജിത രവി സംക്ഷിപ്തമായി സംസാരിക്കുകയും പ്രേക്ഷകരെ ആകർഷിച്ച മനോഹരമായ നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രമുഖ പിന്നണി ഗായകരും ചലച്ചിത്ര കലാകാരന്മാരുമായ ശ്രീ മൈക്കിൾ, ശ്രീമതി കാർത്തിക ഷാജി എന്നിവർ വേദിയിലെത്തി ഗാനം ആലപിച്ചു. തുടർന്ന് കാലിഫോർണിയയിൽ നിന്നെത്തിയ കലാമണ്ഡലം സുപ്രിയയും പാർവതിയും ചേർന്ന് മനോഹരമായ ക്ലാസിക്കൽ നൃത്ത പ്രകടനം കാഴ്ചവെച്ചു. ശേഷം രാജേശ്വരിയുടെയും സംഘത്തിന്റെയും അതിമനോഹരമായ നൃത്തം അരങ്ങേറി. ഗുരുസുധ രഘുനാഥന്റെയും ഗുരു അനുഗോപാലന്റെയും ശിഷ്യർ മനോഹരമായ നൃത്തം അവതരിപ്പിച്ചു. യുവ മോഹിനിയാട്ട നർത്തകി അശ്വതിയുടെ പ്രകടനവും ശ്രദ്ധേയമായി. ഷാഹി പ്രഭാകരൻ ശബ്ദവും വീഡിയോയും നിയന്ത്രിച്ചു. മോക്ഷ എന്ന മോഹിനിയാട്ടം പ്രൊഡക്ഷൻ ആയിരുന്നു പരിപാടിയുടെ ഹൈലൈറ്റ്. 40 മിനിറ്റ് ദൈർഘ്യമുള്ള മോക്ഷയിൽ പുരാതന ഇതിഹാസമായ മഹാഭാരതത്തിൽ നിന്നുള്ള കഥയാണ് നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചത്. ഡോക്ടർ രജിതയുടെ ശിഷ്യരായ ശ്രീമതി സരൂപ അനിൽ, കലാമണ്ഡലം സുപ്രിയ, പാർവതി, അശ്വതി എന്നിവരായിരുന്നു രജിതയോടൊപ്പം അരങ്ങിലെത്തിയത്. എന്റർടൈൻമെന്റ് ചെയർ സരൂപയുടെ നന്ദി പ്രകടനത്തോടെയാണ് പരിപാടി അവസാനിച്ചത്.
തുടർന്ന് ഏവരും അത്താഴ സൽക്കാരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും ജനനായകനും വികസനോന്മുഖനും മാതൃകാ ഭരണാധികാരിയുമായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും വാട്ട്ഫോർഡിൽ സ്മരണാഞ്ജലിയായി. വാട്ട്ഫോർഡിൽ നടന്ന യോഗത്തിൽ ലിബിൻ കൈതമറ്റം സ്വാഗതം ആശംസിച്ചു. ഉമ്മൻചാണ്ടിയുടെ ചരമദിനമായ ജൂലൈ 18 ഹോളിവെൽ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സണ്ണിമോൻ മത്തായി അധ്യക്ഷത വഹിച്ചു. IOC ദേശീയ പ്രസിഡന്റ് സുജു കെ ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ നേതാക്കളായ സുരാജ് കൃഷ്ണ, വാട്ട്ഫോർഡിലെ പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക നേതാക്കളുമായ KP മനോജ് കുമാർ, ജെബറ്റി, ടിനു കുര്യാക്കോസ്, ഡേവിസ്, സിബി തോമസ്, സിബൂസ് കറിയ, എൽദോ ജേക്കബ് എന്നിവർ അനുസ്മരണ സന്ദേശങ്ങൾ നൽകി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിത്യേന സന്ദർശകർ എത്തി തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും പുണ്യാത്മാവായി മാനിക്കുകയും ചെയ്യുന്ന ജനനായകന്റെ വാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടിയുടെ പാവന സ്മരണയ്ക്ക് മുൻപാകെ പുഷ്പാർച്ചന നടത്തിയ യോഗം വികാരനിർഭരവും സ്മരണാഞ്ജലിയുമായി. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ വിമുക്ത ഭടൻ ബിജു മോൻ മണലേൽ ഉമ്മൻചാണ്ടിയോട് ഒപ്പമുള്ള അസുലഭ നിമിഷങ്ങൾ പങ്കുവച്ചു. പ്രശസ്ത എഴുത്തുകാരൻ KP മനോജ് കുമാർ ഉമ്മൻചാണ്ടിയെപ്പറ്റി എഴുതി സദസ്സിൽ ആലപിച്ച ഗാനം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. മാത്യു വർഗീസിന്റെ നന്ദി പ്രകാശനത്തിനു ശേഷം സ്നേഹവിരുന്നോടെ സമാപനം കുറിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുകളുള്ളവരുടെ മക്കൾക്ക് പൗരത്വം നൽകുന്നത് പരിമിതപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഡൽഹി ഹൈക്കോടതിയോട് അപേക്ഷിച്ചു. 2006 ആന്ധ്രാപ്രദേശിൽ ജനിച്ച രജിത ഫ്രാൻസിസ് സേവ്യറിന്റെ പൗരത്വ അപേക്ഷ അനുവദിച്ചതിനെ തുടർന്നാണ് ഈ വാദവുമായി കേന്ദ്രം കോടതിയിലെത്തിയത്. 2024 മെയ്യിൽ രജിതയ്ക്ക് പൗരത്വം അനുവദിക്കാൻ കോടതി വിധിച്ചത് OCI കാർഡുകളുള്ള ആളുകളുടെ പ്രളയത്തിനിടയാക്കുമെന്ന് കേന്ദ്രം പറഞ്ഞു. 17 വയസ്സായ കുട്ടിയുടെ മാതാപിതാക്കൾ 2001 2005 US പൗരത്വം നേടിയവരാണ്. രജിത ജനിക്കുന്ന സമയത്ത് അവർ ഇന്ത്യയിൽ ജീവിക്കുന്ന OCI കാർഡുള്ളവരായിരുന്നു. 2019 രജിതയ്ക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചപ്പോൾ തള്ളി. അതോടെ ഇന്ത്യയിലും വിദേശത്തും പൗരത്വമില്ലാത്ത സ്ഥിതിയായി. കുട്ടിയെ അനധികൃത കുടിയേറ്റക്കാരിയായി കരുതാൻ പറ്റില്ലെന്നും അവൾ ഇന്ത്യക്കാരിയായി കണക്കാക്കി പൗരത്വം നൽകേണ്ടതാണെന്നും 2024 മെയ്യിൽ ഡൽഹി ഹൈക്കോടതി വിധിച്ചു. ജൂലൈ 31 കേന്ദ്ര ഗവൺമെന്റ് രജിതയ്ക്ക് പൗരത്വം നൽകി. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പറയുന്നത് ആ വാദം അനുവദിച്ചാൽ ഒട്ടനവധി അപേക്ഷകൾ വരുമെന്നാണ്. വിദേശത്ത് പൗരത്വമുള്ള 2 പേർക്ക് ജനിച്ച കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാവില്ല എന്നാണ് സർക്കാരിന്റെ വാദം. 1947 ശേഷം ഇന്ത്യൻ പൗരന്മാർക്ക് ജനിച്ച എല്ലാവർക്കും പൗരത്വം നൽകിയാൽ ഇന്ത്യയുടെ പൗരത്വ നിയമത്തിന് വിരുദ്ധമാവുമെന്ന് സർക്കാർ പറയുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശും 1947 ശേഷമുണ്ടായ രാജ്യങ്ങളായതിനാൽ അവിടെ ജനിച്ചവർക്കും ഈ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്നും അവർ വാദിക്കുന്നു. കൂടുതൽ വാദങ്ങൾക്കായി കേസ് ഒക്ടോബർ 15 നീട്ടി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ ഈ മലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.